ലിറിക് ONV കുറുപ്പ് എന്നാണ്. അപ്പം പാട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നീട് അത് ഇപ്പോഴും വർഷങ്ങളിലൂടെ ആ ONV കുറുപ്പ് എന്ന ഗുരുനാഥൻ, ആ ത്രയക്ഷരി എൻ്റെ സംഗീതത്തിൻ്റെ, എൻ്റെ ഗാനാവബോധത്തിൻ്റെ അസ്ഥികളിലൂടെ ഒഴുകുകയാണ്. എന്നും ഒരു പ്രാർത്ഥന പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വരിയെങ്കിലും മൂളാത്ത ദിവസങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളാണ് നമ്മൾ അടുത്ത ചില എപ്പിസോഡുകളിലൂടെ പറയാൻ പോകുന്നത്. ഇന്നും വരുമ്പോൾ ഞാൻ മൂളി. വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഏതോ ഒരു തറവാടിൻ്റെ അകത്തളത്തിലെ ഇടനാഴിയിൽ നായകൻ, കാമുകൻ കേൾക്കുകയാണ്. ഇപ്പോൾ സായാഹ്ന അസ്തമയ സൂര്യൻ്റെ കുങ്കുമ നിറമാർന്ന രശ്മികൾ അദ്ദേഹത്തിൻ്റെ വാതിലിൻ്റെ പഴുതിലൂടെ ഒരു നുള്ള് ചുവപ്പ് രശ്മികൾ വിതറിയപ്പോൾ അതിൻ്റെ ലാവണ്യത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അതിലോലമായ ഒരു തൂവൽ ഒരു നിലാവിലേക്ക് പറന്നു വീഴും പോലെ അദ്ദേഹത്തിൻ്റെ കാമുകൻ്റെ, കവിയുടെ മനസ്സിൻ്റെ ഇടനാഴിയിലൂടെ ഒരു പാദപതനം, ഒരു പദനിസ്വനം, വളരെ ലോലവും നിർമ്മലവുമായ കാലിൻ്റെ ഒരു പ്രാവ് പറന്നിറങ്ങും പോലെ കേൾക്കുകയാണ്. എന്നിട്ടോ അത് എന്താണെന്ന് അദ്ദേഹം പല്ലവിയിൽ സ്ഥാപിക്കുന്നില്ല. അതിൽ പഴുതിലൂടെ കുങ്കുമം വാരി വിതറുന്ന സന്ധ്യ പോകെ, കാരണം അസ്തമിക്കുകയാണ്. അപ്പോഴാണ് അതിലോലമായ ഇടനാഴിയിൽ നിന്നും അദ്ദേഹം ഈ കാലൊച്ച കേൾക്കുന്നത്. അതെന്താണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അല്ലെ, അദ്ദേഹം ആ പദനിസ്വനം അദ്ദേഹത്തിലുണ്ടാക്കിയ പ്രതികരണമാണ് പറയുന്നത്. ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണമിറ്റി വീഴും പോലൻ ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയേ, അറിയാതെ കോരിത്തരിച്ചു പോയി. ഈ കാൽപ്പാടുകൾ, അതിൻ്റെ ശബ്ദം ഹൃദയത്തിൻ്റെ തന്ത്രിയിൽ, ഹൃദയമാകുന്ന വീണയുടെ കമ്പിയിൽ ആരാണെന്ന് സ്ഥാപിക്കുന്നില്ല. വിരൽ തൊടുമ്പോഴുണ്ടാവുന്ന നിസ്വനം പോലെയാണ്, ശബ്ദം പോലെയാണ്, നേർത്ത ശബ്ദം പോലെയാണ്. ഇലകളിൽ നിന്നും ജലഗണം, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യും പോലെ, ഇല പെയ്യും പോലെ, ഇറ്റ് വീഴും പോലെ, ഉയിരിൽ അമൃതം തളിച്ച പോലെ, ജീവിതത്തിൽ പ്രാണനിലേക്ക് അമൃത് ഇറ്റിക്കും പോലെ, തരളവിലോലം
വളരെ തരളമാണ്, ഇളകുന്നതാണ്, ഇത്തിരി ദുഃഖമയവും കൂടിയാണത്, അല്ലെങ്കിൽ പ്രണയമയമാണത്. തരളവിലോലം നിൻ്റെ കാലൊച്ച കേട്ട് ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി. ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെയുഴറും പോലെ, ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെയുഴറും പോലെ, അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ നിന്നു, മറ്റൊരു സന്ധ്യയായി നീ നിന്നു. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവാണ്. മഞ്ഞിൻ്റെ തുള്ളി കൊണ്ട് മുഖാവരണമിട്ട പൂവ്. അതാണ് ആ പെൺകുട്ടി. അതുകൊണ്ടാണ് ഇടനാഴിയിലൂടെ അവൾ പാദപതനം മാത്രം കേൾപ്പിച്ചു വന്നത്. അവളുടെ മുഖം നായകന് വ്യക്തമല്ല, ആസ്വാദകരായ നമുക്കും വ്യക്തമല്ല. ഒരു മഞ്ഞിൻ്റെ പാളി കൊണ്ട് ആ പൂവ് അതിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവിനെ മധുകരം, വണ്ട്, നുകരാതെ ഉഴറും പോലെ. വണ്ട് മുഖപടമുള്ളതുകൊണ്ട് പൂവിൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ചില്ല, നെറുകയിൽ ഉമ്മ വെച്ചില്ല. അതുകൊണ്ട് പൂവിന് ഉഴറുകയാണ് പൂവ്. പൂവ് പരിഭ്രമിച്ചതല്ല, പൂവ് കരഞ്ഞതല്ല, പൂവ് നൊമ്പരപ്പെട്ടതല്ല, പൂ ഉഴറുകയാണ്, ത്രസിക്കുകയാണ്. പൂവിന് മധുകരത്താൽ ഉമ്മ വയ്ക്കപ്പെടാനുള്ള ത്വര ഉണ്ടാവുകയാണ്. ഹിമബിന്ദു മുഖപടം ചാർത്തുന്ന പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ, അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിൽക്കുകയാണ്. ഈ കാലൊച്ച പറഞ്ഞ മന്ത്രം മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ഈ കാലൊച്ച പ്രണയത്തിൻ്റെ മന്ത്രമാണ് പറഞ്ഞത്, പ്രണയത്തിൻ്റെ സ്വകാര്യമാണ് പറഞ്ഞത്. ഈ മന്ത്രത്തിൻ്റെ പൊരുളറിയാതെ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴോ നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കുങ്കുമം മാഞ്ഞിരിക്കുന്നു, നിഴൽ കളമെഴുതാൻ തുടങ്ങി. നിലാവിൻ്റെ നിഴലുകൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ, കവിയുടെ മുമ്പിൽ, കാമുകൻ്റെ മുമ്പിൽ കളമെഴുതുമ്പോൾ, മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. മറ്റൊരു സായാഹ്നം പോലെ, സന്ധ്യ പോലെ, മറ്റൊരു കുങ്കുമം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു ചിത്രം. ഇത് അജന്തയിലെ പോലെ, എല്ലോറയിലെ പോലെ, സൂര്യക്ഷേത്രത്തിലെ പോലെ ഒരു ചിത്രമാണ്. ഈ ചിത്രം വരയ്ക്കാൻ ശ്രീ ONV സാറിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അദ്ദേഹം കാലത്തിനപ്പുറത്തേക്ക്, കണ്ണീരിനപ്പുറത്തേക്ക്, കൈവല്യത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് കൂട്ടി കൊണ്ടുപോകുന്നത്.